السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام، وأفضل الصلاة وأتم السلام على سيدنا محمد بدر التمام وعلى آله وأصحابه الكرام. പ്രിയമുള്ള സഹോദരങ്ങളെ, പുതുവത്സരത്തിലെ ആദ്യ മാസമായ പവിത്രതയുള്ള മുഹറം മാസത്തിലാണ് നാം ഉള്ളത്. സാലിഹായ കർമ്മങ്ങൾ ചെയ്യാൻ ഏറ്റവും യുക്തമായ, ഏറ്റവും കൂടുതൽ പുണ്യമുള്ള ദിനരാത്രങ്ങളാണ് നമ്മിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സൽക്കർമ്മങ്ങൾ ചെയ്താൽ കൂടുതൽ കൂലിയും, തിന്മകൾ ചെയ്താൽ കൂടുതൽ ശിക്ഷയും അനുഭവിക്കേണ്ടി വരുന്ന മാസങ്ങളാണ്. ആ സൽക്കർമ്മങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അമല് തന്നെയാണ് നോമ്പ് എന്നത്. പഴമക്കാരായ ആളുകൾ മുഹറം 1 മുതൽ 10 വരെ നോമ്പെടുക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ മുഹറം 10 കഴിയട്ടെ, എന്തൊരു വിഷയം വരുമ്പോഴും, എന്തൊരു വിഷയമാണെങ്കിലും, കല്യാണമാണെങ്കിലും, കല്യാണ നിശ്ചയമാണെങ്കിലും, ഗൃഹപ്രവേശനമാണെങ്കിലും, എന്തായാലും മുഹറം 10 കഴിയട്ടെ എന്ന് അന്ന് ആളുകൾ പറഞ്ഞിരുന്നു. അതിൻ്റെ പ്രധാന കാരണം അവരൊക്കെ നോമ്പുകാരായിരുന്നു. എന്തൊരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിലും അവിടെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളായല്ല മുഖ്യമായിട്ടുണ്ടാകുക. അപ്പോൾ നോമ്പാകുമ്പോൾ അതിന് തടസ്സമാണ്. അതുകൊണ്ട് മുഹറം 10 കഴിയട്ടെ എന്ന് പറയുന്നു. അത് മുഹറം 10 ഒരു ലക്ഷണക്കേടുള്ള ദിവസങ്ങളാണ് എന്ന അർത്ഥത്തിലല്ല. മുഹറം മാസം ഒരു ലക്ഷണക്കേടുള്ള മാസമാണ് എന്നുമല്ല. അതൊക്കെ വിവാദത്തിന് ഒഴുകിയിരുന്ന ആളുകളാണ്. അവർക്ക് കൂടുതൽ താല്പര്യം ഇബാദത്ത് വർദ്ധിപ്പിക്കുന്നതിലായിരുന്നു. അതുകൊണ്ടാണ് മുഹറം 10 കഴിയട്ടെ എന്നൊക്കെ അന്ന് അവർ പറഞ്ഞിരുന്നത്. ഏതായാലും മുഹറം 1 മുതൽ 10 വരെ മക്കതായ സുന്നത്ത് തന്നെയാണ് നോമ്പെടുക്കൽ. നമ്മളെപ്പോൾ ഓരോരുത്തരൊന്നും എടുക്കുന്നില്ല എന്ന് മാത്രം. എടുക്കുന്നവരും ഉണ്ടാകാം. ഏതായാലും ഇപ്പോൾ ഞാൻ വോയിസിൽ വന്നത്, ഇപ്പോൾ നമ്മളെ മുന്നിൽ വന്ന് നിൽക്കുന്ന 2 ദിവസത്തെ നോമ്പിനെ പറ്റി പറയാനാണ്. അഥവാ മുഹറം 9, 10, താസുആ, ആഷൂറ. താസുആ എന്ന് പറഞ്ഞാൽ മുഹറം 9ൻ്റെ നോമ്പ്, ആഷൂറ എന്ന് പറഞ്ഞാൽ മുഹറം 10ൻ്റെ നോമ്പ്. ഈ 2 നോമ്പ് ഈ 10 ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്തുള്ള നോമ്പുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തേക്ക് വന്നപ്പോൾ യഹൂദികൾ മുഹറം 10ൻ്റെ അന്ന് നോമ്പെടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്ത് ഹിജ്റ വരുന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണ്, നമുക്കറിയാം. അപ്പോൾ ആ റബീഉൽ മാസം ആ കൊല്ലം കഴിഞ്ഞ് പിറ്റത്തെ കൊല്ലത്തെ മുഹറമിൽ 10ൻ്റെ അന്ന് നോമ്പെടുക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അല്ല, വരുന്നതിന് മുമ്പ് പെട്ടൂലല്ലോ. മദീനത്ത് യഹൂദികൾ കുറേയൊക്കെ ഉള്ള കാലഘട്ടമാണ്. അപ്പം അവർ അന്നൊരു നോമ്പെടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു, മുഹറം 10ൻ്റെ അന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താന്ന് നോമ്പ് എടുക്കണമെന്ന് ചോദിച്ചു. അപ്പം അതിന് മറുപടിയായി ജൂതന്മാർ പറഞ്ഞത്, മൂസാ നബി അലൈഹി സ്വലാം, ഞങ്ങളുടെ പ്രവാചകനായ മൂസാ നബി അലൈഹി സ്വലാമിനെയും കൗമിനെയും അള്ളാഹു തആല രക്ഷപ്പെടുത്തി, ദുഷ്ടനായ ഫിർഔനെയും കൗമിനെയും അള്ളാഹു തആല മുക്കി നശിപ്പിച്ച ഒരു ദിവസമാണിത്.
അപ്പം അതിന് അള്ളാഹുവിന് ശുക്രായിക്കൊണ്ട് ഞങ്ങൾ അന്ന് നോമ്പെടുക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നഹ്നു അഹഖു ബി മൂസാ മിൻകും, നിങ്ങളെക്കാണ് മൂസാ നബിയോട് ഏറ്റവും കടപ്പാടുള്ളത് ഞങ്ങൾക്കാണ്. അതുകൊണ്ട് ഞങ്ങളും നോമ്പെടുക്കുകയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ റസൂലുള്ളാഹി നോമ്പെടുത്തു. മറ്റുള്ളവരോട് നോമ്പെടുക്കാൻ കൽപ്പിച്ചും ചെയ്തു, മുഹറം 10-ൻ്റെ അന്ന്. അങ്ങനെ ആ നിരക്കങ്ങ് തുടർന്നു. യൂതന്മാരോട് എതിരാവണ്ട, അവരായിട്ട് കാര്യങ്ങളിലൊക്കെ യോജിച്ച് തന്നെ പോവുക എന്നുള്ള നില ഒന്ന് സിദ്ധാന്തം നിലപാടായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. പിന്നെ അതിന് ശേഷം അവരോട് എതിരാവണം എന്നുള്ള കൽപ്പനയും നിർദ്ദേശമൊക്കെ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന അത്താസിഅ, അടുത്ത കൊല്ലം വരെ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായും 9-നും നോമ്പെടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ അത് ഈ പറഞ്ഞത് ഇപ്പോൾ ഇത് തുടങ്ങിയ അവസരത്തിലല്ല എന്ന് വ്യക്തമാണല്ലോ. അത് അവസാന കാലഘട്ടത്തിലാണ്. റസൂലുള്ളാഹിൻ്റെ മദീന ജീവിതം വഫാത്തിൻ്റെ മുമ്പുള്ള അടുത്ത സമയത്താണ് ഇങ്ങനൊരു പ്രഖ്യാപനം. അതിൻ്റെ റബീഉൽ അവ്വൽ തന്നെയാണ് വഫാത്താകുന്നത്. അത് ആ കൊല്ലത്തിലെ മുഹറത്തിൻ്റെ മുമ്പാണ് ഈ ഒരു പ്രസ്താവന വന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളതും. അപ്പോൾ അവസാന കാലഘട്ടത്തിൽ അങ്ങനെ യഹൂദികളോട് എതിരാവണം എന്ന നിലക്കുള്ള ഒരു നിർദ്ദേശം വന്നപ്പോൾ അത് ഞാനതിന് തയ്യാറാണെന്ന് അറിയിച്ചതാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത കൊല്ലം വന്നപ്പോഴേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. അപ്പോൾ റസൂലുള്ളാഹിക്ക് ആ പ്രഖ്യാപനമാണ് നമുക്ക് സുന്നത്തായിട്ടുള്ളത്. റസൂലുള്ളാഹി ചെയ്തതും റസൂലുള്ളാഹി പറഞ്ഞതും ഒക്കെ നമുക്ക് സുന്നത്ത് തന്നെയാണ്, റസൂലുള്ളാഹിൻ്റെ വാക്കും പ്രവൃത്തിയും ഒക്കെ. അപ്പോൾ ആ നിലക്ക് നമ്മളും 9-ന് നോമ്പെടുക്കൽ സുന്നത്താണ്, പ്രധാനപ്പെട്ട സുന്നത്ത് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പ്രഖ്യാപിച്ചു. 9-നും കൂടി നോമ്പെടുക്കുമ്പോൾ ഇവരോട് എതിരായല്ല, കാരണം ഇവർ 10-ന് മാത്രമേ നോൽക്കുള്ളൂ. അപ്പോൾ 9ഉം 10 ഇങ്ങനെ 2 ദിവസം നോൽക്കുമ്പോൾ അവരോട് എതിരാവൽ വന്നു. ഇനി ഒരാൾക്ക് 9-നൊന്നും നോൽക്കാൻ പറ്റിയില്ല, എന്നാൽ 10 കഴിഞ്ഞിട്ട് 11 കൂടി കൂട്ടി നോൽക്കാം, അത് സുന്നത്താണ് എന്ന് ഫുഖഹാക്കൾ പറഞ്ഞതായിട്ട് കാണാം. 9-നൊന്നും എന്താ നോമ്പ് നോൽക്കാൻ സൗകര്യപ്പെട്ടില്ല, എന്നാൽ 10 നോൽക്കാം. അപ്പോഴും 10ഉം 11ഉം ആയി, അപ്പോഴും ഇവരോട് എതിരാവൽ വന്നല്ല. അങ്ങനെയും ചെയ്യാം. കഴിയുന്നവരൊക്കെ ഈ നോമ്പ് രണ്ടും എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതെങ്കിലും മുഹറം മാസത്തിൽ റമദാൻ മാസം കഴിച്ചാൽ പിന്നെ ഏറ്റവും അഫ്ളലായി നോമ്പ് എടുക്കാൻ പറ്റുന്ന ഏറ്റവും അഫ്ളലായ മാസം ശഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം. അത്രക്കും പുണ്യമുള്ള ദിവസമാണ്, മാസമാണ്. ആ മാസത്തിലെ പ്രധാനപ്പെട്ട 2 ദിവസമാണ് 9ഉം 10ഉം. അത് നോമ്പെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്ന് മാത്രമല്ല, വേറൊരു ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായിട്ട്, മുഹറം മാസത്തിലെ ആശൂറ നോമ്പ്, മുഹറം 10-ൻ്റെ അന്നുള്ള നോമ്പ് യുകഫിറുസ്സന, ഒരു കൊല്ലത്തെ ദോഷം പൊറുപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായിട്ട് കാണാം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന എല്ലാവരോടും എൻ്റെ നഫ്സിനോടും നിർദ്ദേശിക്കാനുള്ളത് 9-നും 10-നും നോമ്പെടുക്കുക. ആ 2 ദിവസത്തെ നോമ്പ് അത്ര പ്രയാസമുള്ളതല്ലല്ലോ. അത് നോൽക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. ഗൾഫ് നാടുകളെ സംബന്ധിച്ചിടത്തോളം നാളെയാണ് ഇപ്പോൾ ആ ദിവസം 9 എന്നുള്ളത്. നാളെയാണ് 9, മറ്റന്നാൾ 10. അപ്പോൾ ഇന്ന് രാത്രി നിയ്യത്ത് ചെയ്ത് നാളെ നോൽക്കുക. തിങ്കളാഴ്ചയാണ് നാളെ.
തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പ് വേറെ ഉണ്ടല്ലോ സുന്നത്ത്, അത് രണ്ടും കൂടി കരുതിയാൽ രണ്ടും ലഭിക്കും. കാരണം 9-ൻ്റെ സുന്നത്ത് നോമ്പ് ഞാൻ നോക്കാൻ കരുതി, തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പ് ഞാൻ നോക്കാൻ കരുതി എന്നല്ല, രണ്ടുമായി. പിന്നെ ഫർദ് നിസ്കാരങ്ങൾ അല്ല, ഫർദ് നോമ്പ് പലർക്കും ഖദാ ഉണ്ടെങ്കിൽ, സഹോദരിമാർക്കൊക്കെ ഖദാ ഉണ്ടായിരിക്കാം, അവർ റമദാനിൻ്റെ നോമ്പ് ഖദാ വീട്ടാനും കൂടി കരുതിയാൽ ആ ഖദാ വീടുകയും ചെയ്യും. പക്ഷേ ഖദാ വീട്ടാൻ കരുതുമ്പോൾ ആദ്യമായി നിയ്യത്ത് വെക്കേണ്ടത് ഫർദാണ്. അതിന് ശേഷം അതോട് ചേർത്ത് മുഹറം 9-ൻ്റെയും പിന്നെ 10-ൻ്റെയും ഒക്കെ കൂട്ടി കരുതുക. ആദ്യം കരുതേണ്ടത് ഫർദാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഫർദ് ഖദാ വീട്ടാൻ വേണ്ടിയിട്ടാണ്. റമദാനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നോമ്പിന് ഖദാ വീട്ടാൻ ഞാൻ നാളെ ഖദാ വീട്ടുവാൻ കരുതി എന്ന് നിയ്യത്ത് ചെയ്തിട്ട് മുഹറം 9-ൻ്റെ അന്ന് അല്ലെങ്കിൽ 10-ൻ്റെ അന്നുള്ള നോമ്പ് സുന്നത്ത് നോമ്പ് നോക്കാൻ കരുതി എന്ന് നിയ്യത്ത് വെക്കുക. അങ്ങനെ നോറ്റാൽ ഖദാ കൂടുകയും ചെയ്യും, സുന്നത്ത് നോമ്പിൻ്റെ കൂലി ലഭിക്കുകയും ചെയ്യും. നാട്ടിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാളെ 8 ആവുള്ളൂ, മറ്റന്നാൾ 9, പിറ്റത്തെ ദിവസം 10, അങ്ങനെയാണുള്ളത്. ഇപ്പം നാളെ അവർ നോറ്റി വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. 3 എടുക്കുകയാണെങ്കിൽ അങ്ങനെയും എടുക്കാം. കൂലിയാണ് സുന്നത്തുള്ള ദിവസങ്ങളൊക്കെ തന്നെയാണല്ലോ. നിങ്ങൾ തിങ്കളാഴ്ചയല്ലേ, സാധിക്കുന്നവരെടുക്കാൻ. നാളത്തെ കാലാവസ്ഥ ഒക്കെ എനിക്ക് അനുകൂലമാണല്ലോ. ഗൾഫുകാരെ സംബന്ധിച്ചിടത്തോളം കഠിനമായ ചൂടാണ്. 50-50ൻ്റെ മേലെ ഡിഗ്രി ചൂടുള്ള സമയമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കുറേ പ്രയാസമാണ്. എങ്കിലും ദൃഢനിശ്ചയമുണ്ടെങ്കിൽ 2 ദിവസം നോമ്പെടുക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ്. അതിന് അല്ലാഹു തആലയുടെ കഴിവ്, അല്ലാഹു നമുക്ക് കഴിവ് നൽകും. ആ ദൃഢനിശ്ചയത്തോടു കൂടി എല്ലാവരും നോമ്പെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ മുഹറം 10-ൻ്റെ അന്ന് കുടുംബങ്ങൾക്കൊക്കെ സുഭിക്ഷമായ ഭക്ഷണം കാര്യങ്ങളൊക്കെ നൽകൽ അത് സുന്നത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വല്ലതും വിശാലത ചെയ്താൽ ആ കൊല്ലം മുഴുവനും അവനക്ക് റിസ്കിൽ വിശാലത ഉണ്ടാകും എന്നൊക്കെ പഠിപ്പിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസങ്ങളെല്ലാം പുണ്യമായ കാര്യങ്ങൾ ചെയ്യാനും നോമ്പെടുക്കാനും എല്ലാം അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാഫാക്കണേ അല്ലാഹ്. റബ്ബേ, പ്രവാസികൾ വളരെ വെന്തുരുകിക്കൊണ്ടിരിക്കുകയാണ് റബ്ബേ. പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വളരെ പ്രയാസമുണ്ട്. ചൂട് കഠിനമാണ് റബ്ബേ. നീ സലാമത്ത് നൽകണേ അല്ലാഹ്, നീ സലാമത്ത് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, എല്ലാവിധ ബുദ്ധിമുട്ടുകളെ തൊട്ടും കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ആഫത്തുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഈ 2 ദിവസമെങ്കിലും നോമ്പെടുക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാ അമാലുകളും നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബേ, ഇരട്ടി പ്രതിഫലം നൽകണേ അല്ലാഹ്. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള മനസ്ഥിതി നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തോടെ ദീർഘായുസ്സിൻ്റെ പൊരുത്തത്തിലായി നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളോട് ബന്ധപ്പെട്ട പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. മാതാപിതാക്കൾ, സഹോദര സഹോദരിമാർ, മറ്റ് ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. അവരുടെ ബർസഖിയായ ജീവിതം വേറെ സന്തോഷകരമാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഫലസ്തീൻ ജനതയുടെ അവസ്ഥ റബ്ബേ കാണാൻ വയ്യ റബ്ബേ. എത്രയാണ് കൊന്നൊടുക്കുന്നത് റബ്ബേ. മനുഷ്യ മനസ്സ് ജഡങ്ങൾ ചിന്നിച്ചെതറി കിടക്കുന്ന രംഗം കാണാൻ വയ്യ റബ്ബേ. നീ സലാമത്ത് നൽകണേ അല്ലാഹ്, നീ സലാമത്ത് നൽകണേ അല്ലാഹ്. പെട്ടെന്ന് തന്നെ ആ യുദ്ധം നീ അവസാനിപ്പിക്കണേ അല്ലാഹ്. റബ്ബേ, ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാഹ്, ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാഹ്, ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാഹ്. റബ്ബേ, ജോലി ആവശ്യത്തോടെ വന്ന് ജോലി അന്വേഷിക്കുന്നവരുണ്ട് റബ്ബേ, അവർക്ക് അനുയോജ്യമായ ജോലി നൽകണേ അല്ലാഹ്. നാട്ടിൽ നിന്ന് വരാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്, അവർക്കും നീ റബ്ബേ മാർഗങ്ങളൊക്കെ എളുപ്പമാക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.